ഗുഡ് മോർണിംഗ്, നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മേടം 1. ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിക്കുകയാണ്. ന്യൂസ് 8ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും ഒക്കെ നിറഞ്ഞ നല്ലൊരു വിഷു ആശംസിക്കുകയാണ്. വിഷു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു വിഷു ദിനം മാത്രമല്ല, ഒരു പുതുവർഷത്തിന്റെ തുടക്കമാണ്, ഒരു പുതുവത്സരമാണ്. അപ്പോൾ ഈ ഒരു സന്തോഷവും ആഘോഷവും സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും എല്ലാം ഈ ഒരു വർഷം മുഴുവൻ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗ് വൈബ്സിലേക്ക് കടക്കുമ്പോൾ വിഷു തന്നെയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാമുഖ്യം ഉള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളൊരു നല്ല വിഷു കാഴ്ചയിലൂടെയാണ്, വിഷു ദൃശ്യങ്ങളിലൂടെയാണ് ഇന്ന് മോർണിംഗ് വൈബ്സ് ആരംഭിച്ചത്. ഇനി നമ്മൾ കടക്കുമ്പോൾ നമുക്കറിയാം, നല്ലൊരു കണിയൊക്കെ കണ്ടിട്ട് എല്ലാ പ്രേക്ഷകരും ഇപ്പം ടി വിയിലെ മുമ്പിലേക്ക് വാർത്തകൾ എന്താണ് എന്നൊക്കെ അറിയാനും മറ്റ് നമ്മുടെ ചുറ്റുമുള്ള വിഷു കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയാനും ഒക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അതിനിടയിൽ കൂടി ഉച്ചക്കത്തെ സദ്യക്കുള്ള വട്ടങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു തിരക്കും കൂടിയായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വാർത്തകളൊക്കെ അറിഞ്ഞ് നല്ല വിഷു കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു മണിക്കൂർ അങ്ങ് കൊണ്ടുപോകാം. അപ്പം നമുക്ക് ആദ്യം നല്ലൊരു വിഷു കാഴ്ചയിലൂടെ, ഒരു നല്ല കണിയിലൂടെ തന്നെ തുടങ്ങാം അല്ലേ. കണിയൊരുക്കി കൈനീട്ടം വാങ്ങി മലയാളി വിഷു ആഘോഷിക്കുകയാണ്. ശ്രീകൃഷ്ണ പ്രതിമയ്ക്ക് മുന്നിൽ വിവിധ തരം പഴങ്ങളും ഉണക്കലരി, നാണയം, പുതിയ വസ്ത്രം, സ്വർണം എന്നിവ പ്രത്യേകം താലത്തിലൊക്കെ ഒരുക്കി പുലർച്ചെ മലയാളി കണി കണ്ടിട്ടിരിക്കുകയാണ്. വിഷുവിനെ വരവേറ്റ് വീടുകൾ തോറും പടക്കം പൊട്ടിച്ചാഘോഷിച്ചു. പുതുവർഷത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാനാണ് കണി ഒരുക്കി കൈനീട്ടം നൽകുന്നത് എന്നുള്ളതാണ് വിശ്വാസം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ഇന്ന് വിഷു ദിനത്തോടനുബന്ധിച്ച് നടക്കുകയും ചെയ്യും. നമ്മൾ ഈ ക്ഷേത്രത്തിലെ വിഷു ആഘോഷം, വിഷുക്കണി എന്ന് പറയുമ്പം മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇന്ന് വിഷുക്കണി കാണാൻ ഗുരുവായൂരിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷു ദിവസം അവിടെ അഭൂതപൂർവമായ തിരക്കാണ് എല്ലാ വർഷവും അനുഭവപ്പെടാറ്. ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരിലെ വിഷുക്കാഴ്ചയിലേക്ക്, വിഷുക്കണിയിലേക്ക് ആദ്യം തന്നെ പോകാം അല്ലേ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ആയിരങ്ങളാണ് ദർശിച്ചത്. ഇന്ന് പുലർച്ചെ 2:42 മുതൽ 3:42 വരെയായിരുന്നു വിഷുക്കണി ദർശനമുണ്ടായിരുന്നത്. 3:42 നിർമ്മാല്യ ദർശനമായിരുന്നു. തുടർന്ന് പതിവ് പൂജകളും നടന്നു. വിഷുദിനമായ ഇന്ന് ഭഗവതി വാതിലും പടിഞ്ഞാറെ ഗോപുരവാതിലും 3:15 തുറന്നത്. കാർഷിക സമൃദ്ധി വിളിച്ചോതുന്ന വിഷുദിനമാണെന്ന് മലയാളിക്ക്. ഗുരുവായൂരപ്പനെ കണി കാണാനും ഗുരുവായൂരപ്പ ദർശനം നടത്താനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ഭക്തരോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് ജയശ്രീ. ഞാൻ കോട്ടയ്ക്ക് നിന്ന് വരുന്നു, മലപ്പുറം ജില്ല. ഞങ്ങൾ ഇന്നലെ 2 മണിയായപ്പോഴേക്ക് എത്തി. ഇന്നലെ ഇവിടെ ഒരു വൈകുന്നേരം 5:30 എത്തിയപ്പോൾ തന്നെ ഇവിടെ ക്യൂ ഫുള്ളാണ്, ദർശനത്തിനുള്ള ക്യൂ. പിന്നെ ഇന്നിപ്പോൾ 11:45 കഴിഞ്ഞിരുന്നു. 12 മുന്നേ ആയിട്ട് എത്തി. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. ക്ഷേത്ര ദർശനം നടത്തി കണി ആദ്യമായിട്ട് വരികയാണ്. കണ്ണനെ കണ്ട് അനുഗ്രഹം കിട്ടണം എന്നുള്ളതിലാണ് ഞങ്ങൾ. സത്യസന്ധമായിട്ടുള്ള ക്യൂ ആണ്. കള്ളത്തരത്തിൽ കൂടെ കയറുന്നുണ്ട് കുറേ പേര്, ഞങ്ങൾ കണ്ടു. പിന്നെ ഇവർ കുടിവെള്ളം ഞങ്ങൾക്ക് ഇങ്ങനെ തരുന്നില്ല, അതൊരു പരാതി ഉണ്ട്. നമ്മൾ കുറേ നേരം നിൽക്കണു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഞങ്ങൾ കുടിച്ചു, അതൊരു പോരായ്മയാണ് അല്ലേ. ഇഷ്ടപ്പെട്ട് വരുന്ന ഭഗവാനെ കണ്ടാൽ എല്ലാ സൗഖ്യം ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ട്. അത് ഈ ഒരു വർഷം മുഴുവൻ എല്ലാവർക്കും, ജനങ്ങൾക്കും എല്ലാവർക്കും, നമ്മൾ കുടുംബത്തിനും. ജയശ്രീ. സഞ്ജയ്. ആ, 1 മണിയൊക്കെ ഉണ്ടാവും. വെളിയെത്താൻ എറണാകുളം എന്ന് പറയാം, വൈപ്പിൽ. അച്ഛനമ്മയെ അച്ഛമ്മയും വന്നിട്ടുണ്ട്. കണ്ടില്ല, എല്ലാം നിൽക്കണേ. ആ, എൻ്റെ കഷ്ടപ്പാടും ദുരിതങ്ങളെല്ലാം പറയാം. നല്ല അതെല്ലാവരും അതും പറയാം. അത്ര ഉള്ളൂ. പഠിക്കണം. ഇനി രാത്രി ഒരു കണ്ടിട്ട് 5 മണിയൊക്കെ 5 മണി 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ പോകും. ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുള്ളൂ. வணக்கம், இனிய தமிழ் புத்தாண்டு நல்வாழ்த்துக்கள். நாங்கள் தமிழ்நாட்டில் இருந்து வரோம். இந்த குருவாயூர் சாமியை பார்க்கறதுனால ரொம்ப ரொம்ப தூரத்தில் இருந்து வரோம். அந்த சாமியை அருள் காட்டணுன்றதுனால நன்றி, வணக்கம். சேலம், തമിഴ്നാട്. ഗുരുവായൂരപ്പനെ ഒരു ദിവസം ദർശിക്കുക, 6 ദിവസം ദർശിക്കുക പറഞ്ഞ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് മുൻജന്മ സുഹൃതമായിട്ടാണ്. പിന്നെ വിശേഷ ദിവസങ്ങൾ, വിഷു, അഷ്ടമിരോഹിണി, ഏകാദശി, ആ ദിവസങ്ങളിൽ അത് പ്രത്യേകിച്ച് ഭഗവാനെ കാണാൻ അതിൻ്റെ സുഖം വേറെയാണ്. കോടിക്കണക്കിന് ജനങ്ങൾ പുറമേ നിന്ന് വരുന്നു, അവരെല്ലാവരും ഭഗവാനെ കൊണ്ട് തൊഴുതു പോണു. ആ ഭഗവാന്റെ ഒരു തിരുമുഖം ഒന്ന് കാണുക, അത് കാണുമ്പോൾ തന്നെ ആ ദിവസം തന്നെ നമുക്കൊരു നല്ലൊരു ഊർജ്ജം തനിയെ വരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ. ഇപ്പോൾ 61 വയസ്സായി, ഏകദേശം ഒരു 45 വർഷത്തെ പരിചയം വെച്ചാൽ പറയണത്. അപ്പോൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട്
ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും സർവ്വജനതയ്ക്കും സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ശബരിമലയ്ക്ക് വരാൻ തുടങ്ങി 41 വർഷമായി. ഇത് 41ാമത്തെ വർഷമാണ്. ഇപ്പോൾ വന്നു. വിഷു തിരക്ക് കാരണം ഗുരുവായൂരപ്പൻ്റെ ദർശനം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ മടങ്ങി ഞങ്ങൾ ശബരിമലയ്ക്ക് തന്നെ പോവുകയാണ്. വിഷു വിളക്കിന് വന്നതാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളങ്ങനെ കൊല്ലം വരാറുണ്ട്. ഞങ്ങൾ 22 പേര് 30 പേര് ഒരു ബസ്സിൻ്റെ ആൾക്കാരുണ്ടാവും. ഞങ്ങൾ കർണാടകത്തിൽ നിന്നാണ് വരുന്നത്. പിരിയാപട്ടണം താലൂക്ക് എന്ന് പറയും. അവിടെ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഗാന്ധിനഗരം എന്ന് പറയും ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ വരുന്നു. ഇത്രയും പേര്. മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ മലയാളി തന്നെയാണ്. ഞങ്ങൾ ജനിച്ച് വളർന്നതൊക്കെ കർണാടകയിലാണ്. സ്വന്തം നാട് ഭാര്യ നാട് കോട്ടയമാണ്. എൻ്റെ നാട് കുറ്റിപ്പുറം, ഗുരുവായൂർ കുറ്റിപ്പുറമാണ്. ഞങ്ങൾ അവിടെ പോയിട്ടാണ് സെറ്റിലായിരിക്കുന്നത്. എൻ്റെ പേര് രമ്യ. ഞാൻ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. ഞാൻ എല്ലാ വർഷവും ഞാൻ 1-ാം തീയതി എല്ലാ മാസവും 1-ാം തീയതി ഞാനിവിടെ വരുന്നതാണ്. ഇന്ന് വിഷുവായിട്ട് എൻ്റെ മോനെ ഹോസ്പിറ്റലൈസ് എന്നിട്ട് ഞാൻ ഓടി വന്നതാണ് ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഭഗവാനോട്. ഞങ്ങൾ അകത്ത് കയറി തൊഴുതില്ല, തൊഴാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കണി ദർശനം പുറത്തു നിന്ന് കണ്ടതേ ഉള്ളൂ. ഇനി അകത്ത് കയറി തൊഴണം. ഇന്ന് വെളുപ്പിനെ വന്നു. ഞങ്ങൾ ഇന്ന് വൈകിട്ടേ പോകത്തുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട്, സ്ഥലം ചെർപ്പളശ്ശേരി. അറിയോ? ചെർപ്പളശ്ശേരി. ഇന്നലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് 2 മണിക്ക് വന്നാണ്. 4 മണിക്കൂടെ ലാൻഡ് ചെയ്തു. അപ്പോൾ ക്യൂ നിന്നതാണ്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. ഭഗവാനെ നന്നായിട്ട് തൊഴുതു ഇറങ്ങി. കണി കണ്ടു. തൊഴുകലും കണികാടലൊക്കെ കഴിഞ്ഞു ഇറങ്ങി. 4 മണിക്ക് എല്ലാം കഴിഞ്ഞ് വെളിയിലിറങ്ങി. ഇനിയിപ്പോൾ 5:20 ബസ്സിന് അതിന് പോകാൻ നിൽക്കുകയാണ്. എന്തായാലും ഈ 10 തിരക്കിൻ്റെ ഉള്ളിലും സുഖമായി തൊഴുത് ഇറങ്ങി. എല്ലാ കൊല്ലവും വരവുണ്ട്. വിഷുവിന് പ്രത്യേകിച്ചും വരവുണ്ട്. എല്ലാ മലയാള മാസവും വരവുണ്ട്. വിഷുക്കണി ദർശനത്തിനായി ആയിരങ്ങളാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂറാണ് കണി ദർശനമെങ്കിലും ഇന്ന് തുടർച്ചയായുള്ള ഭക്തരുടെ ഒഴുക്കാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഗുരുവായൂരിൽ നിന്നും ഞാൻ രാജു ഗുരുവായൂർ, ന്യൂസ് 18. വിഷുദിനം ഗുരുവായൂരിലെത്തി കണ്ണനെ കണി കണ്ട് അവിടുത്തെ കണിക്കാഴ്ചകൾ കണ്ട് ഈ വർഷം ആരംഭിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഗുരുവായൂരിലെ വിഷു കാഴ്ചകൾ. വളരെ വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ശബരിമലയിലേക്ക് പോവുകയാണെങ്കിലും സമാനമായ സാഹചര്യമാണ് കേട്ടോ. അവിടെ വലിയ തിരക്കാണ്. ഇന്ന് 1-ാം തീയതി നട തുറക്കുമ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ, ഭക്തജനങ്ങൾ അവിടേക്കും ഒഴുകിയെത്തും. പ്രത്യേക പൂജകളും അവിടെ നടക്കും. ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ശശിനാരായണൻ, വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി വിഷു. കണിയൊക്കെ കണ്ടോ? ഹാപ്പി ആര്യ, വലിയ സന്തോഷം. പറഞ്ഞോളൂ. എങ്ങനെയാണ് ശബരിമലയിൽ? സ്വാഭാവികമായി നമുക്കറിയാം വലിയ തിരക്കായിരിക്കുമല്ലോ ഇന്ന് അനുഭവപ്പെടുക. പ്രത്യേക പൂജകളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? ആര്യ, ശബരിമലയിൽ വലിയ ഭക്തി നിർഭരമായ ഒരു വിഷുക്കണി ദർശനമാണ് ഭക്തർക്ക് ലഭിച്ചത്. പുലർച്ചെ 3:30 ഈ പള്ളിയുള്ളത്തോടു കൂടിയാണ് വിഷുക്കണി ദർശനത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചത്. അതിനുശേഷം 4 മണിയോടുകൂടി ശ്രീകോവില മേൽശാന്തിയും അതുപോലെ തന്നെ തന്ത്രിയും ചേർന്ന് തുടർന്ന് ഇന്നലെ രാത്രി തന്നെ പ്രത്യേകം തയ്യാറാക്കിയ ഓട്ടുരുളിയിൽ വിഷുക്കണിക്കുള്ള ഒരുക്കങ്ങളെല്ലാം ക്രമീകരിച്ചിരുന്നു. ആദ്യം ഈ കണി ദർശനം ഭഗവാനെ കാണിച്ചതിന് ശേഷമാണ് ഭക്തർക്കായി നട തുറന്ന് വിഷുക്കണി ദർശനത്തിനുള്ള അവസരമുണ്ടായത്. പിന്നീട് മേൽശാന്തിയും തന്ത്രിയും ഭക്തർക്ക് വിഷു കൈനീട്ടം നൽകി. എന്തായാലും വലിയ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ മുതൽ നട തുറന്ന ഇന്നലെ മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പ്രത്യേക ക്രമീകരണങ്ങൾ വിഷുക്കണി ദർശനവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകർക്കുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ദേവസ്വം ബോർഡ് മെമ്പർമാരും സന്നിധാനത്ത് ഉണ്ട്. ഏതായാലും പുലർച്ചെ രാവിലെ തുടങ്ങിയ 4 മണി മുതൽ തുടങ്ങിയ വിഷുക്കണി ദർശനവും വിഷു കൈനീട്ടവും ഈ അല്പസമയം കൂടി 7-7:30 വരെ നിൽക്കും. അതിനുശേഷമായി തുടർന്ന് മറ്റ് സാധാരണ പൂജകളിലേക്ക് കടക്കുക. എന്തായാലും രാവിലെ ഈ വിഷുക്കണി ദർശനം അയ്യപ്പനെ കണ്ട് തൊഴുത് വിഷുക്കൈനീട്ടവും വാങ്ങി മടങ്ങുക എന്ന് പറയുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് വലിയൊരു പുണ്യ കാര്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും അത് ഒരു ഭാഗ്യമായി കാണുന്നതാണ്. കാരണം ഈ ഒരു വർഷത്തെ അവരുടെ ഒരു നേട്ടങ്ങളുടെയും ഒരു ഐശ്വര്യത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ വിഷുക്കൈനീട്ടവും ഈ ശബരിമലയിലെ വിഷു ദർശനവും ഒക്കെ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി മുതൽ ക്യൂവിൽ ആളുകൾ ഉണ്ടായിരുന്നു.
സാധാരണ തീർത്ഥാടന കാലത്തുള്ള പോലെ തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. മകരവിളക്ക് മണ്ഡലമകരവിളക്കാലത്ത് തീർത്ഥാടന കാലത്തുള്ള ഒരുക്കങ്ങളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത്. പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലുമുള്ള ക്രമീകരണങ്ങൾ സമാനമായ രീതിയിൽ പോലീസിന്റെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് അത്തരമുള്ള ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ, കുടിവെള്ളം അടക്കമുള്ള വൈദ്യുതസഹായം അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ദേവസ്വം ബോർഡ് നേതൃത്വത്തിൽ ക്രമീകരിച്ചിരുന്നു. അത്തരത്തിൽ തിരക്ക് നല്ല രീതിയിൽ ഒരു തിരക്ക് സന്നിധാനത്ത് രാവിലെ മുതൽ ഈ വിഷു ദർശനത്തിനായുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 18-ാം തീയതിയാണ് നട ഇറക്കുന്നത്. കാരണം വരുന്ന 18-ാം തീയതി ഈ വിഷുക്കണി ദർശനത്തിൽ നട തുറന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പൂജകൾ പൂർത്തിയാക്കി ഈ വരുന്ന 18-ാം തീയതി ശബരിമല നട അടയ്ക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോഴും സന്നിധാനത്ത് വിഷുക്കണി ദർശനത്തിനും അയ്യപ്പനെ കാണുന്നതിനും വേണ്ടിയുള്ള വലിയ ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെ സന്നിധാനത്തും ഫ്ലൈ ഓവറിലൊക്കെ വലിയൊരു തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഈ കൈനീട്ടവും വാങ്ങിയാണ് ദർശനവും നടത്തി വിഷുക്കൈ നീട്ടവും വാങ്ങിയാണ് ഭക്തർ മലയിറങ്ങുന്നത്. ആര്യ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. കണി കാണുന്നതിനും അയ്യപ്പ ദർശനത്തിനുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് ശബരിമല സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. യെസ്, അപ്പോൾ അതാണ് ശബരിമലയിലെ വിഷു കാഴ്ചകൾ. വിഷു ആയതുകൊണ്ട് രാഷ്ട്രീയ വാർത്തകൾക്കൊന്നും ഒരു കുറവുമില്ല. സംഭവ ബഹുലമാണ് രാഷ്ട്രീയ കേരളം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയം, പ്രചാരണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സമയമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനിടയിൽ നമ്മളൊരു ഈസ്റ്ററും റംസാനും ഇപ്പതേ വിഷുവും ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെയും സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്കൊപ്പം ഈസ്റ്ററും റംസാനും ഒക്കെ ആഘോഷിച്ചതുപോലെ തന്നെ ഇത്തവണ വിഷു ഒക്കെ ആഘോഷിച്ചായിരിക്കും ഇന്നത്തെ ഒരു പ്രചാരണ പരിപാടികളൊക്കെ മുന്നോട്ട് പോവുക. അപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ, പ്രചാരണങ്ങൾ ഏത് തരത്തിലാണ് എന്നുള്ളതും ഒക്കെ നമുക്ക് നോക്കാം. നമ്മൾ കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തുകയാണ്. വൈകിട്ട് 8 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന നരേന്ദ്രമോദി വെല്ലിംഗ്ടൺ ഐലൻഡിലെ നാവിക ആസ്ഥാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങും. നാളെ ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും പ്രധാനമന്ത്രി പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. കുന്നംകുളത്തിനടുത്ത് ചെറുവത്തൂർ ഗ്രൗണ്ടിൽ രാവിലെ 11 മണിക്കാണ് പൊതുസമ്മേളനം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി റോഡ് മാർഗം സമ്മേളന സ്ഥലത്തെത്തും. തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളുടെ സംയുക്ത പൊതുസമ്മേളനം. 12:30 ഇവിടെ പ്രധാനമന്ത്രി എത്തുക. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും എന്നുള്ളതാണ്. BJPയുടെ പ്രകടന പത്രികയിൽ വികസനം, സമൃദ്ധമായ ഇന്ത്യ, സ്ത്രീകൾ, യുവാക്കൾ, പാവപ്പെട്ടവർ, കർഷകർ എന്നിവയിൽ ഊന്നൽ നൽകുമെന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി വികസിത ഇന്ത്യ 2047 എന്നതായിരിക്കും പ്രകടന പത്രികയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവർ ചേർന്നാണ് സങ്കല്പ് പത്ര പുറത്തിറക്കുക. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ 27 അംഗ സമിതിയാണ് പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയത്. തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജിന് ഇനി വോട്ട് ചെയ്യില്ല എന്ന് സജി മഞ്ഞക്കടമ്പിൽ. ഇടതു മുന്നണിക്കൊപ്പം BJPക്കോ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫ്രാൻസിസ് ജോർജ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പണമുണ്ടാക്കാനാണെന്നും സജി ആരോപിച്ചു.
മോൻസ് ജോസഫ് സജി മഞ്ഞക്കടമ്പിൽ തർക്കം പല നിലയിലും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മോൻസ് ജോസഫ് പറഞ്ഞത് സജിക്ക് സീറ്റ് നൽകാൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആണല്ലോ, ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ എന്നാണ് മോൻസ് ചോദിക്കുന്നത്. സജി എന്നോടൊപ്പം ഉണ്ട്. എന്താണ് ഇത്തരം പ്രസ്താവനകളെ എങ്ങനെയാണ് കാണുന്നത്? ഞാനതിനെ മോൻസിൻ്റെ അഹങ്കാരത്തിൻ്റെ മറ്റൊരു മുഖമായി കാണുന്നു. എനിക്ക് പഞ്ചായത്ത് മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 2000 ഞാൻ കരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും 2005 ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിട്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു ബാങ്ക് മെമ്പർ പോലും ആകാതെ മാണിസാറിൻ്റെ അല്ലെങ്കിൽ മാണിസാർ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അന്ന് ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കടുത്തുരുത്തിയിൽ മത്സരിപ്പിച്ചതിൻ്റെ പേരിൽ ലോട്ടറി അടിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ അബദ്ധത്തിൽ MLA ആയി പോയ മോൻസ്, അദ്ദേഹത്തിന് പിന്നെ ജോസഫ് സാറിന് ഒരു കേസ് വന്നു. ആ കേസ് വന്നപ്പം അതിനുശേഷം കുരുളാഞ്ചേട്ടന് കേസ് വന്നു. അതിലേക്ക് പിറയിൽ ആരാന്ന് ജോസഫ് സാറിനും കുരുളാഞ്ചേട്ടനും അറിയാമായിരിക്കും. അതിൽ ആ കേസും വന്ന് അദ്ദേഹം രാജിവെച്ചപ്പോൾ അബദ്ധത്തിലൊന്ന് മന്ത്രിയായി ചില പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അഹന്തയൊന്നും മിസ്റ്റർ മോൻസ് ജോസഫ് ഇനിയെങ്കിലും ഇറക്കാതിരിക്കൂ. ഞാൻ ഈ മുന്നണി വിട്ട് നിങ്ങളുടെ പീഡനം മൂലമാണ്, ഇനിയും എന്നെ ആക്ഷേപിക്കാൻ വരാതിരിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. ഈ പണം ഉണ്ടാക്കി മന്ത്രിയായപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ അഴിമതി എന്നുള്ളതാണോ? താങ്കൾ അങ്ങനെയാണോ പറയുകയാണോ? അല്ല, ആയിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ ആസ്തിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ചും അവിടെ അന്വേഷിച്ചാൽ അറിയാം. ഇപ്പോൾ അദ്ദേഹം വലിയ ധനവാനാണെന്നാണ് പറയപ്പെടുന്നത്. ആയിരിക്കുമല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നുകിൽ ഒരു ആരോപണം പറയാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വികസനത്തോടൊപ്പം അദ്ദേഹം സാമ്പത്തികം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായി. അതിൻ്റെ അഹന്തയാണ് ഇന്ന് അദ്ദേഹം ഇന്ന് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പൊതുപ്രവർത്തകനായിരുന്നെങ്കിൽ, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നെങ്കിൽ ഞാൻ ഒരു അഴിമതി നടത്താൻ പോയിട്ടില്ല, ഞാൻ പണം സമ്പാദിക്കാൻ പോയിട്ടില്ല. നിങ്ങൾ എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ മതി. അവിടെ മാനസാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഞാൻ ഈ ത്രിതല പഞ്ചായത്തിൽ നിന്ന സമയത്ത് മികച്ച നിലയിൽ അവിടെ വികസന പ്രവർത്തനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നാട് നന്നാക്കാൻ, നാട് വികസിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു, നാട് വികസിപ്പിച്ചു. ഞാൻ വികസിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹം ഇന്നലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം UDFിൻ്റെ എല്ലാ സ്ഥാനങ്ങളും എനിക്ക് തന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കോട്ടയം കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ചെയർമാനാണ്. ഞാൻ അതിനുശേഷം UDF ജില്ലാ ചെയർമാൻ ആകുമ്പോൾ അദ്ദേഹം ജനാധിപത്യ കേരള കോൺഗ്രസിലാണ്. അവിടെ മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്ന് വെച്ച് ഇപ്പോൾ പറയുക സജി മഞ്ഞക്കടമ്പിൽ UDFിന് എല്ലാ സ്ഥാനങ്ങളും കൊടുത്തുന്നത് ആർക്കാ കിട്ടിയ യഥാർത്ഥത്തിൽ? പലവട്ടം അല്ലെങ്കിൽ കാലുമാറി വന്ന ഫ്രാൻസിസ് ജോർജിന് അദ്ദേഹത്തിന് വന്നതേ ഇടുക്കി സീറ്റ് ലഭിച്ചു. ഞാനന്നും ഈ പാർട്ടിക്ക് വേണ്ടി ജോസഫ് സാറിനൊപ്പം നിന്ന് പാലായിൽ നിന്ന് പോരാടി എനിക്ക് ആ തെരഞ്ഞെടുപ്പിൽ പോലും എനിക്ക് സീറ്റ് കിട്ടിയില്ല. ഏറ്റുമാനൂരിലേക്ക് മോൻസിൻ്റെ സ്പോൺസറായിട്ട് പ്രിൻസ് ലൂക്കോസിനെ ഇറക്കി എന്നും എന്നെ മാറ്റി നിർത്തിയത്. ഇതിൻ്റെ എല്ലാ സ്ഥാനങ്ങളും തന്നു എന്ന് പറയാൻ ഫ്രാൻസിസ് ജോർജിന് എന്താ അവകാശം? ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് പോലും എനിക്ക് കയറാൻ അവസരം നൽകിയില്ല. ഇവിടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും ചെയർമാനും സ്വാഭാവിക DCC പ്രസിഡന്റും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാണ് ആകേണ്ടത്. അത് ആക്കിയില്ല. അവിടെ നമ്മളെ പരിഗണിച്ചില്ല. അപ്പോൾ എല്ലാ തരത്തിലും മോൻസ് ജോസഫ് പറയുന്ന രീതിയിൽ അദ്ദേഹം അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നോമിനേഷൻ കൊടുക്കുന്ന ദിവസം പാർട്ടി ജില്ലാ പ്രസിഡന്റോടെ കാണണമെന്ന് പോലും പറയാനുള്ള മര്യാദ കാണിക്കാത്ത ഫ്രാൻസിസ് ജോർജ്, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം അക്ഷരാർത്ഥത്തിലൊരു മത്സര തൊഴിലാളിയാണ്. UDF ആണെങ്കിലും വേണ്ട, LDF ആണെങ്കിലും വേണ്ട, എവിടെയാണോ അദ്ദേഹത്തിന് മത്സരിക്കണം, എല്ലാ കാലത്തും മത്സരിക്കണം. ഇടുക്കിയിലെ അദ്ദേഹത്തോടൊപ്പം പ്രചരണത്തിൽ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞത് മഞ്ഞക്കടമ്പ ഫ്രാൻസിസിനെ കുറിച്ച് എനിക്കിത് പറയാനുള്ളത്, അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും, അവിടുത്തെ പാവപ്പെട്ട പ്രവർത്തകരുടെ പണം പോവും, അദ്ദേഹം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം മീതി പൈസ ആയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന ഒരാളാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ പേരെനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പൈസ സമ്പാദനത്തിന് വേണ്ടിയാണോ തെരഞ്ഞെടുപ്പ്? അതാണോ താങ്കൾ പറയുന്നത്? അത് തന്നെയായിരിക്കുമല്ലോ. 100% ഓരോ പ്രാവശ്യവും ഓരോ മുന്നണി മാറി അദ്ദേഹം മത്സരിക്കുക. എല്ലാ തെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കണം. ജയിക്കണമെന്നുള്ളതല്ല അദ്ദേഹത്തിന് വിഷയം. ജയവും തോൽവിയൊന്നും അദ്ദേഹത്തിന് വിഷയമില്ല. മത്സരിച്ചാൽ മതി. മത്സരിക്കുമ്പോൾ ഒരു ഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. അദ്ദേഹം അങ്ങനെയുള്ള ഫ്രാൻസിസ് ജോർജ് എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരേണ്ട. ഈ ഒരു കാര്യം, അങ്ങനെയുള്ള ഫ്രാൻസിസ് ജോർജിന് ഇനി പിന്തുണയ്ക്കാനാകുമോ? ഇപ്പോൾ മറ്റ് 2 മുന്നണികൾ അപ്പുറത്തുണ്ട്. ഈ ഫ്രാൻസിസ് ജോർജ് വിരുദ്ധ നിലയിലേക്കാണോ, വോട്ട് എന്ന നിലയിലേക്കാണോ സജി പോകുന്നത്? അല്ല, ഞാനല്ലോ ഫ്രാൻസിസ് ജോർജ് ഇവിടെ മോൻസ് ജോസഫിൻ്റെ പീഡനം വളരെ ക്രൂരമായ പീഡനം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഫ്രാൻസിസ് ജോർജ് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മോൻസ് ജോസഫ് എന്നോട് അല്ലെങ്കിൽ എന്നെ അടുപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹമെങ്കിലും അതിന് നേതൃത്വം കൊടുക്കണ്ടായിരുന്നോ? ആ സ്ഥാനാർത്ഥി, ഞാൻ പറഞ്ഞു, ഇവിടെ ഇറങ്ങിയ സമയത്ത് ആദ്യം അദ്ദേഹത്തോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടതാണല്ലോ. ഇവിടെ മാധ്യമ സ്ഥാപനങ്ങൾ കയറാൻ അല്ലെങ്കിൽ മറ്റ് പൊതുസ്ഥാനങ്ങളിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് ജോർജ് വിളിക്കാം. ചരിത്രം നമ്മൾ കേട്ടതാണ്, അതുകൊണ്ട് ചോദിക്കുന്നത്. ഇനി ഫ്രാൻസിസ് ജോർജിനെ പിന്തുണയ്ക്കാൻ സജി മഞ്ഞക്കടമ്പിലാകും? ഇല്ല, ഫ്രാൻസിസ് ജോർജിനെ പിന്തുണയ്ക്കാനോ ഫ്രാൻസിസ് ജോർജ് വോട്ട് ചെയ്യാനോ ഞാനില്ല. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, മോൻസ് ജോസഫും ഉള്ള മുന്നണിയിൽ പ്രവർത്തിക്കുന്നില്ല, പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിക്കാനായിട്ട് ഇനി പക്ഷേ ഞാൻ ആദ്യ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ പകുതി വരെയും വളരെ സജീവമായി ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ
അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കും, അവിടെ എല്ലാം ഞാൻ തന്നെ ചുവർ എഴുതിച്ചതാണ്. തീർച്ചയായും അത് നമ്മൾ കേട്ടിരുന്നതാണ്. ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഇനി ഇടത് അല്ലെങ്കിൽ NDA ഈ രണ്ട് മുന്നണികൾക്കായിരിക്കും പിന്തുണ. ഏതായാലും ഫ്രാൻസിസ് ജോർജിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 15-ാം തീയതി 18-ാം തീയതിയോടുകൂടിയൊക്കെ ഞാൻ പ്രവർത്തിക്കില്ല. ആർക്ക് നമ്മൾ വോട്ട് അല്ലെങ്കിൽ നമ്മുടെ പിന്തുണ കൊടുക്കും എന്നുള്ളത്. മറ്റ് രണ്ട് മുന്നണികളും പരിഗണനയിലുണ്ട് അല്ലേ? അല്ല, തീർച്ചയായിട്ടും ഇവരെല്ലാം നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ UDF തിരിച്ചു വരുന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയുമേറെ എന്നെ അപമാനിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു, UDF ജില്ലാ ചെയർമാനായിരിക്കുന്ന എനിക്ക് ഈ തരത്തിൽ ഒരു തരത്തിൽ നമ്മളെ പ്രവർത്തിപ്പിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യവും എനിക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ NDA പരിഗണനയിലുണ്ടല്ലേ? അല്ല, ഞാൻ പറഞ്ഞോ, ഏത് പരിഗണന എന്നുള്ളതല്ല, നമ്മൾക്ക് എല്ലാ മുന്നണിയിലും ആളുകൾ നമ്മളോട് സ്വാഭാവികമായിട്ടും മുന്നണിയിലേക്ക് കടന്നു വരുന്നതിനുള്ള വേണ്ടെന്ന് വെച്ചിട്ടില്ലല്ലോ. ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല. എന്താണ് തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല, എന്താണ് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഫ്രാൻസിസ് ജോർജിനായിരിക്കില്ല വോട്ട് എന്ന് സജി കൃത്യമായി പറയുകയാണ്. വരും ദിവസങ്ങളിൽ NDAക്കോ LDFനോ വോട്ട് എന്നുള്ളത് സജി വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത്, ന്യൂസ് 18. ലേലം ഉൾപ്പെടെ ഒരു അജണ്ടകളും ഇപ്പോൾ ഇല്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ UDF മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. BJPക്ക് കേരളത്തിൽ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാനാകില്ല എന്നും ജോസഫ് ന്യൂസ് 18നോട് പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ PJ ജോസഫാണ് എന്നോടൊപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയാണ് കേരള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ എന്നതടക്കം അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാം. സ്വാഗതം ശ്രീ PJ ജോസഫ്. എങ്ങനെ ഇപ്പോ കോട്ടയം കേരള കോൺഗ്രസ് രാഷ്ട്രീയമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കേരള കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ, അതായത് ഈ ചിഹ്നമടക്കമുള്ള പല കാര്യങ്ങളും വെല്ലുവിളിയാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പുറത്ത് ജോസ് കെ മാണി വിഭാഗം നിങ്ങളെ അതൊരു പാർട്ടിയല്ല എന്ന് പോലും വിശേഷിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യം? തെരഞ്ഞെടുപ്പ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ പ്രാധാന്യമുണ്ട്. മോഡിക്ക് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞ ഗ്യാരണ്ടികളൊന്നും നടപ്പായിട്ടില്ല. പെട്രോൾ ഡീസൽ വില ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് ഭരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ജനങ്ങളോട് പറഞ്ഞ ഒരു വാഗ്ദാനവും നടപ്പാക്കുന്നില്ല. കാർഷികോൽപ്പന്നങ്ങളുടെ വില, റബ്ബറിന്റെ വില 250 രൂപയാക്കും എന്ന് പറഞ്ഞു. ആ കാര്യമൊന്നും ഉന്നയിക്കാൻ പോലും അപ്പുറത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസിന് കഴിയില്ല എന്ന പാലായില് കാരണം നമുക്കുണ്ട്. ശ്രീ തോമസ് ചാഴികാടിനെ വായടപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമൊക്കെ അറിയാം. അവിടെ ഒരു സ്വാധീനവും ചെലുത്തുവാൻ കഴിയുന്നില്ല. കേരളത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുവാൻ ഒന്നും കഴിയുന്നില്ല. കർഷകർക്കുള്ള ഗ്യാരണ്ടി ഒന്നും നടപ്പാക്കാൻ കഴിയുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ വാഗ്ദാന ലംഘനം നീണ്ട പട്ടികയാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ളത്. ഇവിടെ ഈ മത്സരത്തിൽ കോട്ടയത്ത് ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഒരു സംശയമില്ല, കോട്ടയത്ത് കേരള കോൺഗ്രസ് ശ്രീ ഫ്രാൻസിസ് ജോർജ് വൻപിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കും. അതിനുള്ള എല്ലാ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കളിയാക്കലുകൾക്കൊരു കൃത്യമായ മറുപടി ജനം തന്നെ കൊടുക്കുക. അതായത് നിങ്ങൾക്കൊരു അംഗീകാരമില്ല, ഈ ചിഹ്നത്തെ കുറിച്ചാണല്ലോ അവർ കുറെ കാലമായി രാഷ്ട്രീയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ജനങ്ങൾക്ക് നല്ല ബന്ധമുള്ള ചിഹ്നം ഓട്ടോറിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആ ചിഹ്നത്തിൽ തന്നെ ആളുകൾ വോട്ട് ചെയ്ത് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ആ നിലയ്ക്കുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയം എക്കാലത്തും എടുക്കുമ്പോൾ പിളരുന്നു, അതിലൂടെ വളരുമെന്നൊക്കെയാണ് KM മാണി പോലും വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ ഈ പാർട്ടി പലപ്പോഴും ഈ ഒരുപാട് സീറ്റുകൾ ജയിച്ചിരുന്ന ഒരു പാർട്ടി ദുർബലമാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സമീപകാലം നമ്മൾ നേരത്തെ മുൻകണക്കുകൾ എടുത്താൽ കാണാം. എവിടെയാണ് കേരള കോൺഗ്രസുകൾക്ക് പിഴയ്ക്കുന്നത്? ഇല്ല, അതെല്ലാം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ച് ഐക്യജനാധിപത്യം ഒറ്റക്കെട്ടായിട്ട് കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ കേരള കോൺഗ്രസുകൾ ഒന്നിച്ച് നിന്നാലുള്ള ഒരു ശക്തിയെ കുറിച്ച് കണ്ടിട്ടാണല്ലോ താങ്കൾ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ
ഉപേക്ഷിച്ചുകൊണ്ട് കെ എം മാണിക്കൊപ്പം എത്തുന്നത്. അപ്പൊ അതെല്ലാം പഴയ കഥയാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം ഒരു ഇപ്പോ ഞാൻ പറയുന്നത് ടി എം ജേക്കബോ അല്ലെങ്കിൽ കെ എം മാണി അങ്ങനെയൊക്കെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി അങ്ങനെ ഒരു സാധ്യതകളൊന്നും ഇല്ല അല്ലെ ഒരുമിച്ച്? അതിലേക്കൊന്നും ഇപ്പം ഞങ്ങള് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒറ്റ അജണ്ട ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോട്ടയത്തുണ്ടാകുന്ന മറ്റു വെല്ലുവിളികളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഈ മോഹൻസിനെതിരെ ആരോപണം അതൊന്നും ബാധിക്കില്ല. കാരണം അങ്ങനെ ഒരാളോ രണ്ടാളോ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ MLA-മാർ ഉൾപ്പെടെ. ഈ എവിടെയാണ് അങ്ങ് കുറെ കാലം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നിരുന്ന ഒരാളെന്നുള്ളതിലേക്ക് എങ്ങനെയാണ് ഈ ആളുകൾ പെട്ടെന്ന് എവിടെയാണ് കേരള കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ പെട്ടെന്ന് പിളരാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു പാർട്ടി വിട്ടു പോകാനോ എന്താണ് സംഭവിക്കുന്നത്? ഇല്ല, അതെല്ലാം പഴയ കഥകളാണ്. ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഞങ്ങൾ മൂന്നാമത്തെ കക്ഷിയെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നല്ല അംഗീകാരവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയും ലീഗുമെല്ലാം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. LDF-ലുണ്ടായിരുന്ന PJ ജോസഫിന്റെ പാർട്ടിയും UDF-ലുള്ളത് ഏതാണ് കൂടുതൽ കംഫർട്ടായിട്ട് ഇപ്പൊ പറയുക? അല്ല, ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു സംശയമില്ല. ഇപ്പം ഐക്യജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ നിർണായകമായൊരു പങ്ക് കേരള കോൺഗ്രസിന് വഹിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഈ ഒരു കാര്യമുള്ളത് BJP-യുടെ വളർച്ചയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ശോഷിക്കുന്നത് UDF ആണ് എന്നുള്ള വിലയിരുത്തൽ പൊതുവെ വരാറുണ്ട്. താങ്കൾ എങ്ങനെയാണ് അവരുടെ വളർച്ച അല്ലെങ്കിൽ പല സീറ്റുകളിലും ഇപ്പം ഇടതുപക്ഷം മറ്റു ചില ടാറ്റിക്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്? BJPക്ക് കേരളത്തിൽ അങ്ങനെ ഒരു നിർണായകമായൊരു നിലയുണ്ടാക്കാൻ കഴിയില്ല എന്നത് വളരെ വ്യക്തമാണ്. അതിപ്പോൾ BJP ഒരു കാരണവശാലും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഒരു നിർണായകമായ ശക്തിയായി മാറാൻ കഴിയില്ല. ഈ ചില സീറ്റുകളിൽ അവർ പിടിക്കുന്ന കുറച്ച് വോട്ടുകളായിരിക്കും ചില സ്ഥാനാർത്ഥികളുടെ തോൽവിയിലേക്ക്, UDF-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ആയിക്കോട്ടെ തോൽവിയിൽ. അപ്പൊ അങ്ങനെ ചെറിയ വളർച്ച പോലും അതൊരു ഭീഷണിയല്ലേ? UDF-ന് ഭീഷണിയാകാൻ സാധ്യതയുണ്ട്? UDF-ന് ഒരിക്കലും ഭീഷണിയാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പല വർഗീയ വിഷയങ്ങൾ, ഇപ്പോൾ കേരള സ്റ്റോറി പോലുള്ള കാര്യങ്ങൾ, പലത് പ്രദർശനം, അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്ന വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ. അതൊക്കെ തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കും? ഇടുക്കി രൂപത തന്നെ രംഗത്ത് വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അതിനൊന്നും ജനങ്ങളുടേതായ ഒരു അംഗീകാരമില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ മനസ്സ് കേരളം ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് തന്നെയാണ്. ആ നിലയ്ക്കുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഡൽഹിയിൽ നിന്നുള്ള ആ ഒരു ആളെ രക്ഷിക്കാൻ വേണ്ടി കേരള ജനത ഒറ്റക്കെട്ടായി നീങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അതാണ് റിയൽ കേരള സ്റ്റോറി. അതെ. ഈ അങ്ങയോട് കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, നേരത്തെ കോട്ടയത്തൊക്കെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ താങ്കൾ പറഞ്ഞിട്ടുള്ള ഈ വന്യമൃഗ ശല്യത്തിനെതിരെ ഈ കാടിനുള്ളിൽ എന്ത് ചെയ്യണമെന്ന് ഒരുപാട് അഭിപ്രായങ്ങളും പ്രപ്പോസലും ഒക്കെ, എന്തുകൊണ്ടാണ് ഇത് നടക്കാതെ പോകുന്നത്? ഇതിപ്പോ നമ്മുടെ ഈ മേഖലയെ ആകെ വലിയ രൂക്ഷമായി ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. ഈ പ്ലാവ് വെച്ചുപിടിപ്പിക്കുന്ന പോലുള്ള ഐഡിയാസ് ഒക്കെ താങ്കൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സൊല്യൂഷൻ തന്നെയാണോ? എന്താണ്? അല്ല, അത് ഞാൻ നിയമസഭയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കാട്ടില് മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാകണം, ഭക്ഷണം ഉണ്ടാകണം. അതെല്ലാം സുലഭമാക്കാനുള്ള ഉത്തരവാദിത്വം വനം വകുപ്പിനുമുണ്ട്. അതിനൊക്കെയുള്ള പ്രവർത്തനം മുൻതൂക്കം കൊടുത്ത് പോകണമെന്ന് തന്നെയാണ്. ഈ ഒരു കാര്യം കൂടി, ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെ മറ്റ് വിഷയങ്ങൾ, അതൊന്നും തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരില്ല? ഒരിക്കലും ഇല്ല. എന്തായാലും ആകെ 20 സീറ്റിൽ 20-20 എന്നുള്ളതാണ് UDF-ന്റെ അവകാശവാദം. ഇടുക്കിയിലും നല്ല ഭൂരിപക്ഷത്തിന് ഇടുക്കിയും ഗംഭീരമായിട്ട് ചെയ്യും. പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ടല്ലോ ഇവിടെ. എന്തായാലും അതാണ് PJ ജോസഫ് പറയുന്നത്. കൃത്യമായി, അതായത് കേരളത്തിൽ മറ്റൊരു ഭീഷണിയും BJP-യുടെ ഉൾപ്പെടെ ഒരു ഭീഷണിയും ഫലം കാണില്ല, അതായത് അവരുടെ അതൊന്നും ഒരു ഭീഷണിയേ അല്ല എന്നുകൂടി PJ ജോസഫ് പറയുകയാണ്. തൊടുപുഴയിൽ നിന്ന് G ശ്രീജിത്ത്, ന്യൂസ് 18. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫാണ് G ശ്രീജിത്തിനൊപ്പം ചേർന്നത്. ഇനി സ്ഥാനാർത്ഥികളുടെ പ്രതികരണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ UDF BJP കൂട്ടുകെട്ടിനെ മറികടന്ന് ആറ്റിങ്ങലിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി V ജോയി.
LDFും UDFും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് ആറ്റിങ്ങലിലെന്നും ജോയി പറഞ്ഞു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയിയുടെ വാഹന പ്രചരണ യാത്ര പുരോഗമിക്കുകയാണ്. വാവറ അമ്പലത്തിൽ, പോത്തൻകോട് വാവറ അമ്പലത്തിലാണ്, നെടുമങ്ങാട് മണ്ഡലത്തിൽപ്പെട്ട വാവറ അമ്പലത്തിലാണ് ഇപ്പോൾ പ്രചരണ ജാഥയുള്ളത്. വലിയ ആവേശത്തോടുള്ള സ്വീകരണം എല്ലാ കേന്ദ്രങ്ങളിലും അദ്ദേഹത്തിന് ഇടതുമുന്നണി പ്രവർത്തകർ നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. എങ്ങനെയുണ്ട്? ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നണിയുടെ പ്രതീക്ഷകൾ? ഇനി ഒരു 10-13 ദിവസമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഇവിടെ ജയിക്കും. ഇടതുപക്ഷത്തിന്റെ ജയം സുനിശ്ചിതമാണ്. 23-ാം തീയതി വരെ ഈ തുറന്ന വാഹനത്തിലെ പ്രചരണ പരിപാടികൾ ഉണ്ട്. കൂടുതൽ ആളുകളെ നേരിട്ട് കാണാനും അവരോട് സംവദിക്കാനും കിട്ടുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട അവസരമാണ് ഈ തുറന്ന വാഹനം. അപ്പോൾ മാക്സിമം ആളുകളെ കാണുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPMന്റെ ശക്തി കേന്ദ്രവും ഏറ്റവും എളുപ്പം ഇടതുമുന്നണി ജയിക്കുന്ന മണ്ഡലവുമായിരുന്നു ആറ്റിങ്ങൽ. കഴിഞ്ഞ തവണ ഒരു മാറ്റമുണ്ടായി. എങ്ങനെയാണ് ആ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അല്ല, കഴിഞ്ഞ തവണ വന്ന ചില പ്രത്യേക സാഹചര്യങ്ങളാണ്. ആ സാഹചര്യം ഇന്നില്ല. ഇന്ന് കൃത്യമായി ആളുകൾക്ക് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാം. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ചെയ്യുന്ന ചെയ്തികളും കോൺഗ്രസ് എടുക്കുന്ന അവസരവാദപരമായ സമീപനവും ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരാൾ സിറ്റിംഗ് MP ആണ്, മറ്റേയാള് കേന്ദ്ര സഹമന്ത്രിയാണ്, BJPയുടെ പ്രധാന നേതാവാണ്. ഇവിടെ ആര് തമ്മിലാണ് നേരിട്ടുള്ള ഫൈറ്റ് നടക്കുന്നത്? ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDFും UDFും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. ഇനി ഒരു 10-13 ദിവസം ഉണ്ടല്ലോ. ഇപ്പോഴത്തെ നിലയിൽ അത് തന്നെയാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ UDF സ്ഥാനാർത്ഥിയായതുപോലെ സംസാരിച്ചിരുന്നു അദ്ദേഹം യാത്രക്കിടയിൽ. അദ്ദേഹം പറഞ്ഞത് ഇവിടെ BJPയും CPMുമായിട്ട് ഒരു അന്തർധാരയുണ്ട്, അങ്ങനെയാണ് മത്സരിക്കുന്നത് എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് അതിനുള്ള മറുപടി? കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് എങ്ങനെയാണ് ജയിച്ചതെന്ന് ഇടയ്ക്കൊരു ചാനല് ഒരു ശബ്ദലേഖനം പുറത്തുവിട്ടിരുന്നു. അത് തന്നെയാണ് ആ അന്തർധാര എന്ന് പറയുന്നത്. അല്ലാതെ CPM ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിന്ന് ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാറില്ല. അങ്ങനെ ഒരു അന്തർധാരയില്ല. അന്തർധാര ഉണ്ടാക്കിയിരിക്കുന്നത് UDFന്റെ സ്ഥാനാർത്ഥിയാണ്. അതിൽ സംശയമില്ല. ഇപ്രാവശ്യവും ചില നീക്കുപോക്കുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ അത് പറയാം. ഇരട്ട വോട്ടുകളടക്കമുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ തവണ ഉന്നയിച്ചത് ഇത്തവണ അത്ര ആരോപണങ്ങൾ വന്നു. ഇലക്ഷൻ കമ്മീഷൻ പിന്നീട് അത് തിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് അത്തരമൊരു ആരോപണത്തിലേക്ക് പോകാനുള്ള കാരണം? എന്താണ്? ഒരു കാരണവശാലും ഇല്ലാത്ത ചില കാര്യങ്ങളെടുത്ത് പ്രൊജക്ട് ചെയ്ത് കൊടുത്തു. അത് വളരെ സസൂക്ഷ്മം. തിരുവനന്തപുരം കളക്ടർ നമ്മുടെ ജില്ലയുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായ കളക്ടർ അത് വളരെ വ്യക്തമായി പരിശോധിച്ചു. അങ്ങനെ ഇല്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു. എന്താ ഇയാൾ കോടതി പോവാത്തത്? കോടതി പോയി അത് തെളിയിക്കാനുള്ള അവസരമുണ്ടല്ലോ, അത് ചെയ്യിക്കട്ടെ. അപ്പൊ അത് വെറുതെ പറയുന്നതാണ്, അതിനകത്ത് ഒരർത്ഥവും ഉള്ളതല്ല. കഴിഞ്ഞ തവണ അത് പറഞ്ഞെങ്കിലും പിന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചതാണ്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇതിനെ കണക്കുകൂട്ടുന്നത്. നടക്കുന്ന കാര്യമല്ല. ഏതായാലും അങ്ങനെ ഒരു അന്തർധാര ഉണ്ടെങ്കിൽ പോലും അത് മറികടന്ന് UDFും BJPയുടെ അത്ര അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ പോലും മറികടന്ന് വരാനുള്ള ഒരു സംഘടനാ ശക്തിയും ജനപിന്തുണയും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ഉറപ്പായിട്ട് അവരിനി രണ്ടുപേരും കൂടി ചേർന്ന് നിന്ന് പിന്നെ പ്രവർത്തിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കും. ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷം ഉറപ്പായിട്ട് ജയിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനൊരു സംഘടനാ വർക്ക്, തെരഞ്ഞെടുപ്പ് വർക്ക് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് BJPയും UDFും ഒത്തുചേർന്ന് പ്രവർത്തിച്ചാലും ഇവിടെ ഇടതുമുന്നണി ജയിക്കുമെന്ന പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയ് മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറാമാൻ സന്തോഷ് മണക്കാടിനൊപ്പം VB അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice.
Educational partner IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. കൂടുതൽ വാർത്തകളിലേക്ക് എത്തുമ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്ത ജെറോമിനെ ആക്രമിക്കാൻ ശ്രമം. കൊല്ലം തിരുമുല്ലാവാരം ബീച്ചിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വാഹനം ചിന്തയെ ഇടിച്ചത്. പരിക്കേറ്റ ചിന്തയെ കൊല്ലം NS സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് 18 കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചർച്ച ഗോദ കഴിഞ്ഞ് അമ്മയുമൊത്തു മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ചിന്ത പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മോർണിംഗ് വൈബ്സിൽ ഒരു ചെറിയ ഇടവേളയാണ്. വേഗം തിരികെ എത്താം. തിരികെ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇസ്രായേലിന് നേരെ വ്യോമാക്രമണം നടത്തി ഇറാൻ. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം. 20 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ് ഇറാന് നേരെ തൊടുത്തത്. ഇരു രാജ്യങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചു. VR കാർത്തിക് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഏറെ ആശങ്കയോടെയാണ് ലോകം പശ്ചിമേഷ്യയിലേക്ക് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാൻ ഇസ്രായേൽ ഒരു തുറന്ന പോരിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധമുഖം അത് കൂടുതൽ സങ്കീർണമാവുകയല്ലേ? തീർച്ചയായും ആര്യ, പശ്ചിമേഷ്യ ഒരു യുദ്ധഭീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ഒരു വ്യോമാക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 1 സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഉണ്ടായ ആക്രമണമാണ് ഇത്തരത്തിൽ ഒരു പ്രകോപനത്തിന് കാരണം. ആ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യമാണ് ആക്രമണം നടത്തിയത് എന്ന് ഇറാൻ പറയുന്നു. ആ ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഇറാന്റെ 2 സൈനിക ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. അതുതന്നെയാണ് ഇറാനെ പ്രകോപിപ്പിച്ചതും. അന്നു മുതൽ തന്നെ ഒരു യുദ്ധഭീതി ശക്തമായിരുന്നു പശ്ചിമേഷ്യയിൽ. ഏതായാലും ഇന്നലെ രാത്രിയോടെയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ വ്യോമാക്രമണം ആരംഭിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തരത്തിലുള്ള അതിർത്തിയും പങ്കിടുന്നില്ല. ഇറാഖ്, ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ 2 രാജ്യങ്ങൾക്ക് ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ കര അതിർത്തിയോ വ്യോമ അതിർത്തിയോ ഒന്നും പങ്കിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തിയത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. 200ഓളം ഡ്രോണുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ തൊടുത്തു. അതോടൊപ്പം തന്നെ 20 ബാലിസ്റ്റിക് മിസൈലുകളും തുറത്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും നേരത്തെ തന്നെ ഒരു യുദ്ധ ഭീതി ഉണ്ടായിരുന്നതുകൊണ്ടും നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ടും കാര്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ചെയ്തു. ഏതാണ്ട് 200ഓളം ഡ്രോണുകളും 10 ബാലിസ്റ്റിക് മിസൈലുകളും തകർത്തതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു യുദ്ധഭീതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ ആക്രമണം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇനി ഉണ്ടായാൽ മാത്രമേ ശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകൂ എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഇറാന്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ താൽക്കാലികമായെങ്കിലും ആശങ്കയ്ക്ക് ഒരു ചെറിയ വിരാമമായിരിക്കുന്നു. എങ്കിൽ കൂടിയും ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നു. ഇസ്രായേൽ ഈ ആക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ് ഇനി ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. സ്വാഭാവികമായും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് ശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അടക്കം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തി. ഇക്കാര്യത്തിൽ ഇനി തുടർന്നുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾ എങ്ങനെയാകും എന്നതാവും ഏറെ നിർണായകം. മറ്റൊന്ന്, ഐക്യരാഷ്ട്രസഭ അടക്കമുള്ളവർ ഈ യുദ്ധ പശ്ചാത്തലത്തിൽ അപലപിച്ച് രംഗത്തെത്തി എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അന്റോണിയോ ഗുട്ടറസ് അല്പം മുമ്പ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലൂടെ വ്യക്തമാക്കിയത് ഇനി ഒരു യുദ്ധം താങ്ങാനുള്ള ശേഷി ലോകത്തിനില്ല. അതുകൊണ്ട് തന്നെ സംയമനം ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതിനാവശ്യമായ ശ്രമങ്ങൾ എല്ലാം നടത്താൻ അതിന് മുൻകൈയെടുക്കാൻ തയ്യാറാണ് എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ അവരിൽ നിന്നും വന്നു. സ്വാഭാവികമായും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളും ഈ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം അവരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും വ്യോമാക്രമണം ശക്തമായ പശ്ചാത്തലത്തിൽ ഇറാന്റെ അതിർത്തി രാജ്യങ്ങളായ ജോർദാൻ, അതോടൊപ്പം തന്നെ ഇറാഖ് അടക്കമുള്ള
രാജ്യങ്ങൾ വ്യോമയാന മേഖല അടച്ചു കഴിഞ്ഞു. ശക്തമായ ആക്രമണം വരും മണിക്കൂറുകളിലും ഉണ്ടാകും എന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇനി ഉള്ള ദിവസങ്ങളിൽ ഇസ്രയേൽ എങ്ങനെയാണ് ഇറാൻ്റെ ഈ ആക്രമണത്തെ പ്രതിരോധിക്കുന്നത്, അവർക്ക് എത്രമാത്രം ശക്തമായ ഭാഷയിലാണ് ഇസ്രായേൽ തിരിച്ചടി നൽകുന്നത് എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഗാസ പോലെ വീണ്ടും പശ്ചിമേഷ്യ കലുഷിതമാവുകയാണ്. ഈ നിലവിലെ ഈ സാഹചര്യങ്ങൾ ഇറാൻ്റെ ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് താൽക്കാലികമായെങ്കിലും ഇത്തരത്തിൽ ഒരു തിരിച്ചടി, അത് നേരത്തെ ഇറാൻ്റെ പരമോന്നത നേതാവ് ഖമേനി തന്നെ പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ മണ്ണിൽ തിരിച്ചടി നൽകും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും വ്യോമാക്രമണത്തിലൂടെ അത് നൽകിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ തുടർ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു യുദ്ധഭീതി. ഏതായാലും ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള എല്ലാ ഇടപെടലുകളും വിവിധ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സൗദി, ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ സജീവമായി പുരോഗമിക്കുന്നു. വരും മണിക്കൂറുകളിൽ ഇസ്രായേലിൻ്റെ ഇപ്പോൾ അധികാരത്തിലുള്ള മന്ത്രിസഭയുടെ യോഗവും ചേരുന്നുണ്ട്. സ്വാഭാവികമായും ആ മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കാം എങ്ങനെ തിരിച്ചടി നൽകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ശക്തമായ ഭാഷയിൽ തന്നെ ഇസ്രായേൽ ഇതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ പശ്ചിമ പൂർവ്വ ഏഷ്യയിൽ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാകും. ആര്യ, തീർച്ചയായും VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. അതാണ് സാഹചര്യം. എന്തായാലും കൂടുതൽ കലുഷിതമാവുകയാണ് പശ്ചിമേഷ്യ. യുദ്ധഭീതി അവിടെ ഒഴിയുന്നില്ല, കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇനി നമ്മൾ സംസ്ഥാനത്തെ വാർത്തകളിലേക്ക് മടങ്ങി വരുമ്പോൾ സംസ്ഥാനത്തെ PVR തിയേറ്ററുകളിൽ നിർത്തിവെച്ച മലയാള സിനിമകളുടെ പ്രദർശനം പുനരാരംഭിക്കും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും PVR മാനേജ്മെന്റുമായി നടത്തിയ ഓൺലൈൻ ചർച്ചയിൽ തർക്കം പരിഹരിച്ചതോടെയാണ് സിനിമകൾ പ്രദർശിപ്പിക്കാൻ തീരുമാനമായത്. ആടുജീവിതം, മഞ്ഞുമൽ ബോയ്സ്, വർഷങ്ങൾക്ക് ശേഷം, ആവേശം, ജയ് ഗണേഷ് തുടങ്ങിയ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കും. സംസ്ഥാനത്താകെ 44 സ്ക്രീനുകളാണ് PVRന് കീഴിലുള്ളത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വിഷയത്തിൽ ഇടപെട്ടതും പ്രശ്നപരിഹാരം വേഗത്തിലാക്കി. വെർച്വൽ പ്രിന്റ് ഫീ വിഷയത്തിൽ PVRും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെ ഏകപക്ഷീയമായി രാജ്യത്താകെ PVR സ്ക്രീനുകളിൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് നിർത്തിവെക്കുകയായിരുന്നു. ഇതിനെതിരെ ഫെഫ്ക അടക്കമുള്ള സിനിമാ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ഭാരവാഹികൾ പ്രതിഷേധം പരസ്യമാക്കിയതോടെ സമവായ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ തെളിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളെ എല്ലാവരെയും ഏറെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഈ മലയാള സിനിമയിൽ ഒരു യുവനടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ്. അത് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ ഈ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ പുറത്തു പോയിട്ടുണ്ട്. അതിലെ ദൃശ്യങ്ങൾ മാറിയിട്ടുണ്ട്, മറ്റുള്ളവർ കണ്ടിട്ടുണ്ട്, ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി അതിജീവിത സോഷ്യൽ മീഡിയകളിലൂടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിജീവിതയ്ക്ക് പിന്തുണയുമായി WCC കൂടി രംഗത്തേക്ക് എത്തുകയാണ്. നീതിന്യായ വ്യവസ്ഥ അതിജീവിതയെ തോൽപ്പിക്കുന്നുവെന്ന് ആരോപിക്കുന്നു. മെമ്മറി കാർഡ് തുടർന്ന് പരിശോധിച്ചവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും WCC ആവശ്യപ്പെടുകയാണ്. അതിജീവിതയ്ക്കൊപ്പമെന്നും വിമൻ ഇൻ കളക്റ്റീവ് സിനിമ പറയുന്നു. ഇടുക്കി അടിമാലിയിൽ വയോധികയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അടിമാലി കുര്യൻസ്പടിയിലാണ് സംഭവം. കുര്യൻസ്പടി നടുവേലി കിഴക്കേതിൽ ഫാത്തിമ കാസിമാണ് കൊല്ലപ്പെട്ടത്. മകൻ സുബൈറാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് സമീപം മുളകുപൊടി വിതറിയ നിലയിലായിരുന്നു. അടിമാലി പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാവുകയാണ് ജസ്നയുടെ തിരോധാനം. ജസ്ന തിരോധാന കേസ് വീണ്ടും വിവാദമാകുമ്പോൾ ജസ്ന എവിടെ എന്ന ചോദ്യം കേരളം ചോദിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷം ആകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. കേസിന്റെ നാൾ വഴിയിലൂടെ പാർവതി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. 5 വർഷമായി കേരളം ചർച്ച ചെയ്യുകയാണ് ജസ്ന മരിയ ജെയിംസ് എന്ന പെൺകുട്ടിയെക്കുറിച്ച്. കൃത്യമായി പറഞ്ഞാൽ 2019 മാർച്ച് 23 മുതൽ കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ജസ്ന. മുണ്ടക്കയത്തുള്ള ബന്ധുവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ജസ്നയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ഫോൺ പോലും എടുക്കാതെയായിരുന്നു ജസ്ന പോയത്. വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും തെളിവൊന്നും കണ്ടെത്തിയില്ല. അങ്ങനെ അത് കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത അത്യപൂർവ തിരോധാന കേസായി. അന്വേഷണത്തിന്റെ ഭാഗമായി 2 ലക്ഷത്തോളം ഫോൺ നമ്പറുകൾ ശേഖരിച്ചു. 4000 നമ്പറുകൾ സൂക്ഷ്മ പരിശോധന നടത്തി. കുടകിലും ബംഗളൂരുവിലും ചെന്നൈയിലും അരിച്ചുപറക്കി. വനപ്രദേശങ്ങളിലും ജസ്നയ്ക്കായി തിരഞ്ഞു. തുമ്പൊന്നും കിട്ടിയില്ല.
പിതാവ് ജെയിംസ് അടക്കം അടുത്ത ബന്ധുക്കളെ പലവട്ടം അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ആൺ സുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തിട്ടും ഫലമുണ്ടായില്ല. പല കോണുകളിൽ നിന്നും ജസ്നയെ കണ്ടുവെന്ന സന്ദേശങ്ങൾ വന്നു. പോലീസും അന്വേഷണ സംഘവും അരിച്ചുപെറക്കിയിട്ടും ജസ്ന കാണാമറയത്ത് തന്നെയായിരുന്നു. ജസ്നയെ കണ്ടെത്താൻ 5 ലക്ഷം രൂപ പാരിതോഷികം വരെ പ്രഖ്യാപിച്ചു. ഒരു തുമ്പും കിട്ടിയില്ല. ജസ്നയുടെ സഹോദരൻ ജെയ്സ് ജോണും KSU സംസ്ഥാന പ്രസിഡന്റായിരുന്ന KM അഭിജിത്തും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് കേസ് CBIക്ക് കൈമാറിയത്. തിരോധാനത്തിന് പിന്നാലെ അന്തർ സംസ്ഥാന രാജ്യാന്തര ബന്ധമടക്കം പരിശോധിച്ചു. CBIക്കും ജസ്നയെക്കുറിച്ച് ഒന്നും കണ്ടെത്താനായില്ല. ജസ്നയെ കണ്ടെത്താനായില്ലെന്നും എന്ത് സംഭവിച്ചു എന്നതിന് തെളിവില്ലെന്നും CBI കോടതിയിൽ റിപ്പോർട്ട് നൽകി. ജസ്ന സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. ജസ്നയുമായി ബന്ധപ്പെട്ട് സമീപ സംസ്ഥാനങ്ങളിലും ആത്മഹത്യാ പോയിന്റുകളിലും പരിശോധന നടന്നു. അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായവും തേടി. എന്നാൽ എവിടെ നിന്നും നിർണായക വിവരങ്ങൾ ലഭിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ തുടർ അന്വേഷണം നടത്താമെന്നും കോടതിയെ CBI അറിയിച്ചു. ജസ്നയെ കാണാനില്ലെന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യ 48 മണിക്കൂറിൽ ലോക്കൽ പോലീസ് വലിയ അലംഭാവം കാട്ടിയെന്നും CBI റിപ്പോർട്ടിൽ പറയുന്നു. ആ സമയത്ത് ആവശ്യമായിരുന്ന തെളിവുകൾ ശേഖരിച്ചില്ല. അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ജസ്ന ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ടെന്ന് പ്രചരിപ്പിച്ചു. അത് തീർത്തും അടിസ്ഥാനരഹിതമായിരുന്നുവെന്നാണ് CBI ഒടുവിൽ അടിവരയിട്ട് കണ്ടെത്തിയത്. ഇപ്പോൾ വീണ്ടും ജസ്ന വാർത്തകളിൽ നിറയുകയാണ്. ജസ്ന മുണ്ടക്കയം വിട്ടുപോയതായി കരുതുന്നില്ലെന്ന് പിതാവ് ജെയിംസ് പറയുന്നു. ജസ്ന ജീവിച്ചിരിപ്പില്ല. ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തവണയെങ്കിലും ബന്ധപ്പെട്ടേനെ. വർഗീയ മുതലെടുപ്പിന് ശ്രമമുണ്ടായെന്നും ലവ് ജിഹാദ് ഉണ്ടായിട്ടില്ലെന്നും അന്വേഷണത്തിൽ ലോക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നും പിതാവ് പറയുന്നു. ജീവനോടെ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ജസ്ന ബന്ധപ്പെടുമായിരുന്നു. അജ്ഞാത സുഹൃത്തുമായുള്ള ബന്ധമാണ് അതിന് കാരണമായി പറയുന്നത്. എല്ലാ വ്യാഴാഴ്ചയും ജസ്ന വീട്ടുകാരെ അറിയിക്കാതെ രഹസ്യമായി ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോകാറുണ്ടായിരുന്നു. അവിടെ വച്ചാണ് സുഹൃത്തിനെ പരിചയപ്പെട്ടത്. ജസ്നയെ കാണാതായതും ഒരു വ്യാഴാഴ്ചയാണ്. അതിനാൽ ജസ്ന പോയത് ഈ സുഹൃത്തിനൊപ്പമാകാമെന്നും പിതാവ് പറയുന്നു. ഏതായാലും അടുത്തയാഴ്ച കേസ് വീണ്ടും കോടതി പരിഗണിക്കും. അപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നാണ് ജെയിംസ് പറയുന്നത്. അപ്പോൾ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വിഷുവൊക്കെ ആഘോഷിച്ച് ഇരിക്കുക. സന്തോഷവും സമാധാനവും നിറയുന്ന ഒരു ദിവസമാകട്ടെ. ഈ ഒരു വർഷം മുഴുവൻ അങ്ങനെ നിൽക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.